പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക്. ലുസേൺ സിറ്റിയിൽ ഇറങ്ങി. പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക് പോകണം കേട്ടോ. ജോലി കഴിഞ്ഞ ആൾക്കാരുടെ നീണ്ട നേരെ തന്നെയാണ്, രക്ഷയില്ല. ഒരു എയർപോർട്ട് ഡിസൈൻ ചെയ്തേക്കണ പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇപ്പോൾ കൊച്ചി ഒറ്റ ഹാളിൽ വന്നിട്ട് ഓരോ ഗേറ്റുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകില്ല, അത്തരത്തിലാണ് ഇവിടെ. മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ ഗേറ്റുകളിലേക്കും നമുക്ക് പോകാനുള്ള ലിഫ്റ്റും സ്റ്റെയർ കേസുകളൊക്കെ ഉണ്ട്. അതിലേക്ക് യെസ്, അടുത്ത ട്രെയിനിലേക്ക് കയറുന്നു. ട്രെയിനും പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽ ഇതൊക്കെ ഉണ്ട്. ട്രെയിൻ നിർത്തി കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ വരും, ആൾക്കാരൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വേറെ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുമ്പോൾ ആയിരക്കണക്കിന് സിഗരറ്റ് കുറ്റികൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകത. യെസ്, നമുക്ക് മുമ്പോട്ടിതുണ്ട്. നമുക്ക് അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ലുസേൺ സിറ്റിയിൽ ഇറങ്ങി അല്ലേ. ലുസേൺ സിറ്റിയിൽ ഇറങ്ങി. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത്.
റെയിൽവേ സ്റ്റേഷൻ കണ്ട രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതാ ഒരു കൊച്ചു മോനും ഇതൊക്കെ വരുന്നതിന് ഇവിടെ അവർ വെൽക്കം ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെ പോലെയൊക്കെ അവർ റെഡിയായി നിന്ന് അവൻ വന്നപ്പോൾ ആ സിൽക്കിൻ്റെ ഗണ്ണ് വെച്ച് പൊട്ടിച്ച് അവൻ വളരെ ഹാപ്പിയായി അവനക്ക് മുത്തൊക്കെ കൊടുത്തതിന് ശേഷം ഇനി അവരതൊക്കെ ആ കച്ചറകളൊക്കെ അവർ വാരിക്കൊണ്ട് പോകണ്ട. നമ്മുടെ നാട്ടിലേതുപോലെ അവിടെ ഇട്ടിട്ട് പോകുകയല്ല, സ്റ്റേഷനിലുള്ള സംഭവങ്ങളൊക്കെ അവർ വാരിക്കൂട്ടുന്ന കാഴ്ച. നമ്മൾ സ്റ്റേഷൻ്റെ വെളിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ വെളിയിലേക്ക് നമ്മൾ കടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയം നിറ നന്ദി. ഇനിയിപ്പോൾ അടുത്ത കാഴ്ചയിലേക്ക് അജയ തണുപ്പുകൊണ്ട് കഥ പറയണ്ടെന്നല്ലേ ഇവിടെ അല്ലേ? യെസ്, ഓക്കെ. എന്താണ് നമ്മൾ ചൈനയിലാണ് നമ്മൾ ഇത്ര അധികം സൈക്കിളുകളും അതുപോലെ ഇലക്ട്രിക് ബൈക്കുകളൊക്കെ കണ്ടെങ്കിൽ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ സൈക്കിള് പ്രിയം. ഓക്കെ, വലിപ്പം ചെറുപ്പമൊന്നും നോക്കാതെ എല്ലാവരും സൈക്കിളിൽ സുന്ദരികളായ ചേച്ചിമാരും ചേട്ടന്മാരും മുതൽ പ്രായമായവർ വരെ സൈക്കിള് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നൊരു കാഴ്ച ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. ഫ്രാൻസിലത് നമ്മൾ കണ്ടില്ല, പക്ഷെ ഇവിടെ അത് കാണുന്നത് മൊത്തത്തിൽ എല്ലാം കൊണ്ടും ആ ബിൽഡിങ്ങുകളുടെ നിർമ്മാണ രീതികളായിക്കോട്ടെ ആൾക്കാരുടെ ജീവിത രീതികളായിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് ആ വ്യത്യാസം നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോട്ടലിലേക്ക് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങോട്ട് നടന്നു പോകേണ്ട പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഹോട്ടലിലെത്തിയിട്ടാ. ഇവിടെയാണ് നമ്മുടെ റൂമൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. യെസ്, ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മുടെ റൂമിൽ എത്തിയേക്കാണ്. അപ്പൊ ഇനി റൂമിന്റെ കാഴ്ചകൾ കാണിച്ചു തരാം. റൂമിന്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് കണ്ടില്ലേ, വലിയ ബെഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാരിയറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റൂം വന്നപ്പോൾ ബുക്ക് ചെയ്ത റൂമിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ടേബിള് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ വാഷ് ബേസിനും സൗകര്യങ്ങളൊക്കെ. ഇത് നമുക്ക് കുളിക്കാനുള്ള ഏരിയ രണ്ടായിട്ടാണ് കേട്ടോ. അതായത് കുളിക്കാനുള്ള ഏരിയ സെപ്പറേറ്റ്, അതുപോലെ തന്നെ ടോയ്ലറ്റ് സൈഡും സെപ്പറേറ്റ് ആയിട്ടാണ്. രണ്ട് സൈഡിലായിട്ട് നമ്മുടെ നാട്ടിലുള്ള റിസോർട്ടുകളിലും ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോൾ ഇനിയൊന്ന് എല്ലാവരും ചാർജ് ചെയ്തൊന്ന് ഫ്രഷായിട്ട് ഭക്ഷണത്തിന് ഇറങ്ങണം.
അപ്പോൾ നാളെ ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകാം. തൽക്കാലം ഇന്ന് ഈ വീഡിയോ നിർത്തുന്നു. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പരമാവധി വീഡിയോസ് ഷെയർ ചെയ്യുക. സ്വിറ്റ്സർലൻഡിനെ കുറിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള കുറേ കഥകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ പറയാം. സ്വിറ്റ്സർലൻഡിൽ എന്തുകൊണ്ട് വാച്ചുകൾ ഇത്ര ഫേമസ് ആയി, സ്വിറ്റ്സർലൻഡിൽ അറിയാം നിങ്ങൾക്ക് നമ്മുടെ തമിഴരായിട്ട് സ്വിറ്റ്സർലൻഡിന് അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. അത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഒക്കെ വഴിയെ പറയാം. അപ്പോൾ അടിപൊളി ഡ്യൂട്ടി കാഴ്ചകളുണ്ട്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതിൽ എല്ലാവർക്കും ബൈ. ആകെ ടയേർഡാണ് കേട്ടോ, ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. യെസ്, അതാണ് ബൈ.